വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏവർക്കും കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കാൻ ഇങ്ങനെ അവസരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു പോയിരിക്കുന്ന ദൈവമക്കളാകുന്ന ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഭരണത്തിൽ അറിയിക്കുക. കണ്ണു കണ്ടിട്ടില്ല വിണ്ണിൽ ഭാവിരൂപങ്ങൾ, കേൾപ്പതില്ല സ്വർഗ സിയോനിൻ വദാനങ്ങൾ. കണ്ണു കണ്ടിട്ടില്ല വിണ്ണിൽ ഭാവിരൂപങ്ങൾ, കേൾപ്പതില്ല സ്വർഗ സിയോനിൻ വദാനങ്ങൾ. ഞാനറിയും നേടാൻ വാസമോക്കുമ്പോ മറന്നു ഗാനമെന്നു പാടുമേ. മറന്നു ഗാനമെന്നു പാടുമേ. യേശുനായക പാവ ജനത്തിനാത്മദായക. യേശുനായക ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട്, അതുപോലെ പ്രാർത്ഥനകളെ, നല്ല സങ്കീർത്തന പ്രബോധനങ്ങളെ, തുടർന്ന് നല്ല സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾപ്പാനിടയായി. ഇനി തുടർന്നുള്ള സമയം നമുക്ക് ദൈവവചനവുമായി നമുക്ക് മുൻപോട്ട് പോകാം. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കിതിന് ആധാരമായിട്ട് വേദവചനം വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് വായിച്ചു കേട്ടത്. സ്തോത്രം. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. ശ്രദ്ധിച്ചു നോക്കുവാൻ കൊള്ളാകുന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ഈ ലോകത്തിൽ നമ്മൾ ആരെ ശ്രദ്ധിച്ചു നോക്കിയാലും ഒരു ഫലവുമില്ല. സ്തോത്രം. നമ്മളൊക്കെ സാധാരണ ചില മനുഷ്യരെ ശ്രദ്ധിച്ചു നോക്കാറുണ്ട്. ചില ആൾക്കാർ, അതിപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും, നമ്മൾ ആരെങ്കിലും ഒന്ന് അല്പം കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ നമ്മുടെ നേരെ തിരിയും. അവർ നമ്മോട് പറയുന്നത് ഇത്ര സൂക്ഷിച്ച് നോക്കുന്നത്, ഇത്ര ശ്രദ്ധിച്ച് നോക്കുന്നതൊക്കെ പറയാൻ സാധ്യതയുണ്ട്. സ്തോത്രം. കാരണം അവർ തന്നെ പറയുക, എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന്, എന്നെ ശ്രദ്ധിച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ശ്രദ്ധിച്ച് നോക്കുവാൻ ഒരുവനേ ഉള്ളൂ, അവനെ നീ നോക്കുവാനാ അവർ പറയാതെ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കുവാൻ ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, എന്തുകൊണ്ട്, ഏതുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ നാം പഠിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. അതൊക്കെ കൂടി പറഞ്ഞിട്ടാണ് 3-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. സ്തോത്രം. നമുക്ക് ഈ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് 18-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നമ്മുടെ കർത്താവ്, സ്തോത്രം, നമ്മളൊക്കെ അനുഭവിക്കുന്ന അതേ അനുഭവത്തിലൂടെ കടന്നുപോയ കർത്താവാ. സ്തോത്രം. നമ്മളൊന്നും നമ്മുടെ കർത്താവ് അനുഭവത്തിൽ അത്രയൊന്നും കഷ്ടത നമ്മളാരും അനുഭവിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു ചെറിയൊരു വേദന വരുമ്പോഴേ നമ്മളത് ഊതിപ്പെരുക്കി വലുതാക്കി നമ്മളാകപ്പാടെ പിന്നെ വയ്യാത്ത ഒരവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരെയും കൂടെ നമ്മൾ പറഞ്ഞങ്ങ് വയ്യാതാക്കി നമ്മളും വയ്യാതായി ആകപ്പാടെ നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലായി പോകും. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ നമ്മളെക്കാൾ ഒത്തിരി ഒത്തിരി കഷ്ടം അനുഭവിച്ചവനാണ്. ഹല്ലേലൂയ. ആ കഷ്ടതയുടെ കടന്നുപോയവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഞാനും നിങ്ങളും, കഷ്ടതയിലൂടെ പരീക്ഷിക്കപ്പെടുന്ന ഞാനും നിങ്ങളും, ഹല്ലേലൂയ, ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് തക്ക നമ്മൾ ഏത് വിഷയത്തിനാണോ ഭാരപ്പെടുന്നത്, ഏത് കഷ്ടമാണോ അനുഭവിക്കുന്നത്, അതിന് തക്ക മറുപടി തരുവാൻ നമ്മെ പോലെ കഷ്ടം അനുഭവിച്ച ഒരു യേശുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്തോത്രം, ഹല്ലേലൂയ. ഈ നമ്മളെ പോലെ കഷ്ടം അനുഭവിച്ച കർത്താവായതുകൊണ്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. നമ്മുടെ കഷ്ടം നമ്മുടെ കർത്താവിന് നല്ലതുപോലെ അറിയാം. സ്തോത്രം. നമ്മുടെ കഷ്ടം മറ്റൊരു മനുഷ്യൻ അറിയുന്നില്ലായിരിക്കാം, ഭാര്യ അറിയുന്നില്ലായിരിക്കാം, ഭർത്താവ് അറിയുന്നില്ലായിരിക്കാം, എന്നാൽ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. കാരണം നമ്മെ പോലെ കഷ്ടം അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ഹല്ലേലൂയ, സ്വർഗീയ ബലിക്കോഹരിക്കാരായുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെടുന്ന കാറ്റഗറിയിൽ എങ്ങാനും നമ്മൾ പെട്ടവരാണോ, വിശുദ്ധരാണോ, ഹല്ലേലൂയ, സ്വർഗീയ ബലിക്കോഹരിക്കാരാണോ എന്ന് ഞാൻ ചോദിക്കുകയാ. ഹല്ലേലൂയ, എന്നെയും കൂടെ ചേർത്ത് ചോദിക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. മഹാപുരോഹിതനായ യേശുവിനെ ഞാൻ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ, അവൻ രോഗസൗഖ്യം തരുന്നവനാണ്. അവന് ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്നവനാണ്. കഷ്ടം അനുഭവിക്കുന്നതോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നവരാണ്. ഹല്ലേലൂയ, നമ്മോടൊപ്പം ഒരു സാധാരണക്കാരനെ പോലെ നമ്മോടൊപ്പം ഹല്ലേലൂയ വന്ന് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിൽ നിന്ന് ഒത്തിരി ഒത്തിരി കാര്യം നമുക്ക് പഠിക്കുവാനുണ്ട് കേട്ടോ. അവനെ സൂക്ഷിച്ച് നോക്കണം, അവനെ ശ്രദ്ധിച്ച് നോക്കണം. ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിന്റെ വിഷയത്തിന് പരിഹാരമാകും. ഹല്ലേലൂയ, പലരും യേശുവിനെ നോക്കുന്നുണ്ട്, പലരും യേശുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ശ്രദ്ധിക്കുന്നവരാരുണ്ടോ അവരുടെ ആവശ്യം ദൈവം ഹല്ലേലൂയ മായ്ക്കുക തന്നെ ചെയ്യും. അവരുടെ ആവശ്യത്തിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, കർത്താവ് പറയുന്നു, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്ക്. മറ്റാരെയും ഹല്ലേലൂയ നോക്കിയിട്ട് കാര്യമില്ല, ലോകത്താരെയും നോക്കിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, യേശുവിനെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ, ലോകത്തിൽ ഹല്ലേലൂയ എന്തിപ്പം നമ്മൾ ഭൗതികമാവുന്ന നമ്മൾ ഭയങ്കര ഓട്ടത്തിലാണല്ലോ. ഹല്ലേലൂയ, ജീവിതം എങ്ങനെയെങ്കിലും ഹല്ലേലൂയ ഒന്ന് ഹല്ലേലൂയ കരിപിടിപ്പിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നമ്മൾ ഓടുക, വ്യഗ്രത കൊണ്ട് നമ്മൾ ഓടുകയാണ്. എങ്ങനെയെങ്കിലും ഹല്ലേലൂയ കരിപിടിപ്പിച്ച് നമ്മളിപ്പം മൊത്തത്തിൽ കരിപിടിച്ച് ആകപ്പാടെ ജീവിതം ആകപ്പാടെ വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ഒരിക്കലും ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു പൂർണ്ണത വരുത്തുവാൻ കഴിയത്തില്ല. നമ്മൾ വിഷയം കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു ബാലൻ്റെ കയ്യിൽ 5 ഹല്ലേലൂയ 2 മീനും 5 അപ്പം ഉണ്ടായിരുന്നു. അത് അവൻ ഭക്ഷിച്ചാൽ അവൻ മാത്രം ഭക്ഷിച്ച് അവൻ്റെ തൃപ്തിയാകാൻ പറ്റും. എന്നാലും അവൻ്റെ വിശപ്പടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ അത് അവൻ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തപ്പോൾ കർത്താവ് അനേകർക്ക് വിശപ്പിനും ദാഹത്തിനും ഹല്ലേലൂയ പരിഹാരം ഉണ്ടാക്കുവാനിടയായി. അവൻ്റെ വിഷയത്തിനും അത് പരിഹാരമായി തീർന്നു. അതേ ഹല്ലേലൂയ, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളും ഹല്ലേലൂയ ഈ നാളുകളിലെ കർത്താവിനെ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നുവെങ്കിൽ ഒത്തിരി ഒത്തിരി ഹല്ലേലൂയ അനുഭവങ്ങൾ, ഒത്തിരി ഒത്തിരി വിടുതലുകൾ, ഒത്തിരി ഒത്തിരി ഹല്ലേലൂയ സന്തോഷങ്ങൾ നമുക്ക് യേശുവിലൂടെ പ്രാപിപ്പാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ ശ്രദ്ധിച്ചവരാരും ഹല്ലേലൂയ പിന്നെ യേശുവിനെ വിട്ടുപോയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ, പലർക്കും ഹല്ലേലൂയ യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയുവാൻ കഴിയാതെ പോകുകയാണ്. ഹല്ലേലൂയ, അവരുടെ ഹല്ലേലൂയ ഹൃദയങ്ങളെ ഹല്ലേലൂയ പിശാച് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ഹൃദയം തുറക്കാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ യേശു എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം പലരും ഹല്ലേലൂയ പലപ്പോഴും ഹൃദയം ഹല്ലേലൂയ കുരുടായിരിക്കുമ്പോൾ യേശുവിനെ കണ്ട ദൈവമക്കളെ ഹല്ലേലൂയ, സ്തോത്രം. മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ പ്രിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ ഹല്ലേലൂയ അറിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെ നമുക്ക് ഹല്ലേലൂയ ആ യേശുവിലൂടെ ലഭിക്കുന്ന നന്മ ഹല്ലേലൂയ സ്വർഗീയ ഹല്ലേലൂയ നന്മകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരിക്കലും കർത്താവിനെ വിട്ടുപോകാൻ നമുക്ക് തോന്നുകയില്ല. ഹല്ലേലൂയ, അത്രത്തോളം ഹല്ലേലൂയ പറ്റുന്ന ഹല്ലേലൂയ ഭാവിയിൽ നമുക്ക് ഹല്ലേലൂയ ഒരു വലിയ പ്രത്യാശയുടെ ഹല്ലേലൂയ ഉടമകളാണ് ഞാൻ നിങ്ങളൊക്കെ. ഹല്ലേലൂയ, അത് വിട്ടുകളയാതെ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിലൂടെ ഹല്ലേലൂയ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ഇതൊക്കെ നമുക്ക് പ്രാപിപ്പാനിടയായി തീരും. ഹല്ലേലൂയ, ഇവിടെ ഇതൊക്കെ ഹല്ലേലൂയ സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ, കാരണം മറ്റൊന്നുമല്ല. ഹല്ലേലൂയ, നമ്മുടെ ഏത് വിഷയത്തിനും യേശു മാത്രമാണ് പരിഹാരകൻ. ഹല്ലേലൂയ, മറ്റു ഹല്ലേലൂയ ലോകത്ത് പലരും ഹല്ലേലൂയ പല അതാണല്ലോ വചനം പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്. ഹല്ലേലൂയ, മനുഷ്യരിലൊക്കെ നമ്മൾ പലരിലും ആശ്രയിച്ചവരല്ലേ, പലരും നമ്മൾ ഹല്ലേലൂയ പലരുടെ മാതിരികൾ മുട്ടിയവരല്ലേ. എന്നാൽ നമുക്ക് എല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ യേശുവിനെ ഹല്ലേലൂയ നമ്മൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ, യേശുവിൽ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഹല്ലേലൂയ ഒത്തിരി ഒത്തിരി നിരാശകളാണ് ഹല്ലേലൂയ നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം നിരാശകളെ നമുക്ക് പറയാനുള്ളൂ. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഒരു വിഷയത്തിന് ഒരു പരിഹാരം
പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയാ ഹാലേലിയ എൻ്റെ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രാർത്ഥന ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഹാലേലിയ. എല്ലാം നമ്മൾ നിരാശയും വേദനയും ഭാരങ്ങളുമാണ് നമ്മൾ എടുത്ത് പറയുന്നത്. എല്ലാം നമുക്ക് അതേ പറയാനുള്ളൂ, എല്ലാ ആഴ്ചയിലും നമുക്ക് അതേ പറയാനുള്ളൂ. ഹാലേലിയ സ്തോത്രം. എന്താണ് ഞാൻ അതിനോട് ഹാലേലിയ മറുപടിയായി ഞാൻ പറയട്ടെ, അതിന് മറുപടി ഒറ്റ മറുപടിയേ ഉള്ളൂ. ഹാലേലിയ നമ്മൾ ഏത് വിഷയമായാലും അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥന അല്ലാതെ അതിന് മറ്റൊരു മറുപടി ഇല്ല. ഏക മറുപടി പ്രാർത്ഥന മാത്രമാണ്. പൗലോസ് പോലും പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആരും പ്രാർത്ഥിക്കണമെന്ന് ആരും പറയത്തില്ല. എല്ലാവരും പ്രാർത്ഥന ഹല്ലേലൂയ ആവശ്യപ്പെടുന്നവരാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവർ. ഇപ്പോൾ തന്നെ വിശ്വാസത്തോടെ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനും ഹല്ലേലൂയ വാസ്തവം പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് എന്ന് പറഞ്ഞ് ഏതൊരു വിഷയത്തിനും പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ജാതി വിട്ടു മാറണമെങ്കിൽ ഹല്ലേലൂയ വിശ്വാസവും പ്രാർത്ഥനയുമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് യേശുവിനെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ക്രിസ്ത്യാനി ജീവിതം നമ്മുടെ കണ്ടം വരെയും നമുക്ക് കർത്താവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസം ഇതാണ്ടിരിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കും. സന്തോഷത്തോടെ